ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ്. അപ്പം എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു 9th ജൂലൈയിൽ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു സെലിബ്രേഷനൊക്കെ. അതിൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷൻസും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും അതെങ്ങനെ സെറ്റ് ചെയ്തതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബലൂൺ ആർച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ബലൂൺ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാ ബലൂണും ഞങ്ങൾക്ക് എത്ര ബലൂണാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബലൂൺസൊക്കെ വീർപ്പിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആദ്യക്കുട്ടനും അമ്മയെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ബലൂൺ സ്ട്രിപ്പ്. ഇതിലാണ് നമ്മൾ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഓരോ ബലൂണും ഈ കാണുന്ന ഹോളിൽ, അതായത് നമ്മളത് കെട്ടിടില്ലേ, അപ്പോൾ ആ കെട്ടിൻ്റെ ഭാഗം നമ്മൾ ഈ ഹോളിലേക്ക് ഇട്ടിട്ട് അത് ഓരോ ഹോളും ഓരോ ബലൂൺ വെച്ചിട്ട് നമ്മൾ ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്യാണ്. ബലൂൺ നമ്മൾ ആ ഹോളിൽ ഇടുമ്പോഴേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ബലൂൺ അവിടെ തന്നെ ഉറപ്പിച്ച് നിൽക്കും. ഇല്ലെങ്കിൽ ചിലപ്പം അത് അതിൽ നിന്ന് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഫൈനലി നമ്മുടെ ബലൂൺ ആർച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനെയെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. സോ എന്താ പറയുക, ഫസ്റ്റ് അറ്റംപ്റ്റ് മോശമായില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള അലങ്കുലപ്പണികളിലേക്ക് കിടന്നാലോ. ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയി. നമ്മൾ യൂണിക്കോൺ ബേസ് പയ്യന്നൂരിൽ നിന്നായിരുന്നു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.